കഴുകന്മാർക്ക് വേണ്ടിയും റെസ്റ്റോറൻറ്റുകൾ എന്ന് നമ്മൾ കേട്ടാൽ ആദ്യം അത്ഭുതപ്പെടും അല്ലേ? വയനാട്ടിലും ഒക്കെ ഒപ്പം അയൽ സംസ്ഥാനങ്ങളിലെയും വനമേഖലകളിലെ ചില സ്ഥലങ്ങളാണ് സത്യത്തിൽ കഴുകന്മാരുടെ ഒരു റെസ്റ്റോറൻറ്റുകളായി മാറുന്നത്. വാഹന അപകടങ്ങളിലും മറ്റും ചാവുന്ന മൃഗങ്ങളുടെ ജഡം സംസ്കരിക്കാതെ കാട്ടിലെ തുറന്ന സ്ഥലങ്ങളിൽ കൊണ്ടിടും. അവയെ കഴുകന്മാർ ഭക്ഷണമാക്കും. ഇതാണ് കഴുകൻ റെസ്റ്റോറൻറ്റ് എന്ന സങ്കല്പം. ബന്ദിപ്പൂരിലെ രാംപുര ആന ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം ചെരിഞ്ഞ തണ്ണീർക്കൊമ്പൻ്റെ ജഡവും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കഴുകന്മാർക്കായി നൽകുകയായിരുന്നു. കമലുണ്ട്. കമൽ കേൾക്കുമ്പോൾ വളരെ കൗതുകവും ഒരു തരത്തിൽ ഞെട്ടലും ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഒരു ആന ചൊരിഞ്ഞാൽ അതിനെയും ഇങ്ങനെ കഴുകന്മാർക്ക് നമ്മുടെ നാട്ടിലാണിപ്പോൾ വാളയാർ കാട്ടിലാണ് പൊതുവെ കേരളത്തിൽ ആനകളെയൊക്കെ സംസ്കരിക്കാറ്. ഇതവിടെ അങ്ങനെയാണോ പതിവപ്പോൾ? ദിവിഷ്, ഈ കഴുകന്മാരെ സംബന്ധിച്ചിടത്തോളം വംശനാശം നേരിടുന്ന ജീവികളാണ്. ആകെ 325 കഴുകന്മാരാണ് ഈ നീലഗിരി ബയോസ്ഫിയർ മേഖലയിൽ, അതായത് മുതുമലയും ബന്ദിപ്പൂരും നാഗർഹോളയും വയനാടൊക്കെ ഉൾപ്പെടുന്ന ഭാഗത്തുള്ളത് എന്നാണ് സർവേയിലൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് വനംവകുപ്പ്, കേരളത്തിലെ വനംവകുപ്പായാലും കർണാടകയിലെയും തമിഴ്നാട്ടിലെയൊക്കെ വനംവകുപ്പ് ചില പ്രത്യേക തുറന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ചത്ത ജീവികളുടെ മൃതദേഹമൊക്കെ കൊണ്ടിടുന്നത്. റോഡിലൊക്കെ കാണുകയാണെങ്കിൽ അതിനെ കൊണ്ടുപോയി കഴുകന്മാർക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ തുറന്ന സ്ഥലത്ത് കൊടുക്കും. ഇപ്പോൾ ഈ തണ്ണീർക്കൊമ്പൻ്റെ ജഡവും അത്തരത്തിലാണ് കൊടുത്തത്. ഒരുപക്ഷെ അത് ആളുകൾക്ക് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവും. തണ്ണീർക്കൊമ്പൻ്റെ ജഡം അത്തരത്തിൽ കഴുകന്മാർ ആഹാരമാക്കി എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ അതൊക്കെ ഒരു പ്രകൃതിയുടെ ഭാഗമാണ്. ആനയായാലും കടുവയായാലും എത്ര ശൗര്യമുള്ളവരായാലും കാട്ടിൽ ചത്തു കഴിഞ്ഞാൽ അത് കഴുകന്മാർ ആഹാരമാക്കും. ആനയൊക്കെ ആകുമ്പോൾ 3 ദിവസം എടുക്കും എന്നാണ് പറയുന്നത് കഴുകന്മാരുടെ ഒരു കൂട്ടം വന്ന് തിന്ന് തീർക്കാൻ. പക്ഷേ അതൊക്കെ ഒരു പ്രകൃതി നിയമത്തിൻ്റെ ഭാഗമായി കാണാം. എന്തായാലും അത്തരത്തിൽ ഈ പുറത്തു വന്ന് നാട്ടിൽ വന്ന് പശുക്കളെയൊക്കെ ഭക്ഷിക്കുമ്പോൾ കഴുകന്മാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ കണ്ടിട്ടാണ് വനംവകുപ്പ് വനത്തിൽ തന്നെ ഇത്തരത്തിൽ വേറെ എവിടെയെങ്കിലും കഴുകന്മാർ എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെ വന്യജീവികളുടെ ജഡം കണ്ടാൽ അത് അവർക്ക് ആക്സസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടിട്ട് കൊടുക്കും. അതാണ് ഈ റെസ്റ്റോറൻറ്റ് എന്നുള്ളൊരു പേരും ആ സങ്കല്പമൊക്കെ.